താടി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വളരെ എൻ്റെ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സെറ്റിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ഡയറക്ടർ വിളിക്കാറുണ്ട്. അതിനുവേണ്ടി നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഈ ചാനൊക്കെ സംഗതി പുറമെ പ്രായമില്ലെങ്കിലും പ്രായം ഉണ്ടല്ലോ മനുഷ്യന്. സുന്ദരിയായ ഒരു മകൾ ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഏതച്ഛൻ്റെയും ഒരു ദുഃഖം അയാൾ അനുഭവിക്കുന്നു. സിനിമകൾ നമ്മൾ പലതും ചെയ്യാൻ പറ്റും, പക്ഷേ നല്ല കഥാപാത്രങ്ങളുള്ള സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുഴുവൻ ചെറുപ്പക്കാർ ഇടയ്ക്കിടയ്ക്ക് ഈ സെറ്റിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ഡയറക്ടർ വിളിക്കാറുണ്ട്. അത് ചെയ്യുമ്പോൾ രഞ്ജിത്തിനെ വിളിക്കും ഏറ്റവും പ്രായമുള്ള ആൾ. അത്രയും ചെറുപ്പക്കാരുടെ കൂടെ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു വലിയ എനർജി എനിക്ക് ആ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഒരു എനർജറ്റിക് ക്യാരക്ടർ അല്ല, ഒരു പാവം മനുഷ്യനാണ്. ക്യാരക്ടറിന്റെ പേര് മാധവൻ നായർ. മാധവൻ നായർ. ഓക്കെ, കുറച്ച് കടുപൊടിയാണോ ക്യാരക്ടർ? പാവ. കാരണം ഋഷി എൻ്റെ അടുത്ത് കുറെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ചേട്ടാ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, എനിക്ക് താടി മസ്റ്റാണ്. താടി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വളരെ എൻ്റെ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. പറഞ്ഞ് എൻ്റെ ഒരാഴ്ചക്കുള്ളിൽ താടി വളർന്നു. അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്നു, ഇത്രയും മതിയോ? അപ്പൊ ഋഷി പറയാം, ചേട്ടാ ഇച്ചൂടെ വേണം. അങ്ങനെ വളർന്ന് ഈ പരുവത്തിലെത്തി. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ ചേട്ടന് താടി വളരാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു? അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിനകത്ത് സിനിമകൾ നമ്മൾ പലതും ചെയ്യാൻ പറ്റും, പക്ഷേ നല്ല കഥാപാത്രങ്ങളുള്ള സിനിമകൾ വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ എൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ സുരേഷിന്റെ ഗെറ്റപ്പ് കണ്ടില്ലേ, കിടിലമായിട്ടുണ്ട്. അതിൽ രഞ്ജിയേട്ടൻ എല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെറ്റപ്സും കാര്യങ്ങളുമാണ്. അപ്പൊ അതിൽ തന്നെ അറിയാവുന്ന സിനിമ എത്രമാത്രം സീരിയസ് ആയിട്ടാണ്. ഇവര് വളരെ പിള്ളേർ കളിയായിട്ടൊക്കെ നമുക്ക് തോന്നും, കൊച്ചു പിള്ളേരല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ സീരിയസ് ആയിട്ടാണ് സിനിമയെ കണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇതില് മനുചേട്ടൻ പാടിയിട്ടുണ്ടല്ലേ? ഞാൻ പാടുന്നത് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോഴും എന്നോട് ഈ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, മനുചേട്ടൻ പാട്ട് ഇതുവരെ പാടിയില്ല. ഞാൻ മാക്സിമം ഉഴപ്പാണ്. ഞാനൊരു പാട്ടുകാരനല്ല, ഒരു പാട്ടുകാരനും മകനാണ്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം പതിയെ പിന്മാറാൻ നോക്കും. പക്ഷേ സൂര്യൻ വരുന്നില്ല, പാടണമെന്ന് തന്നെ പറയുന്നത്. ഇതില് ഞാൻ ഇങ്ങനെ നേരത്തെ മനുചേട്ടനെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായി, ഈ പാട്ട് നമുക്ക് ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ച പ്രശ്നമുണ്ടോ? പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ളത് ആണ് എന്ന്. ഭയങ്കര റിസ്ക് ആണ്. ഞാനിവരെ പാടിയിട്ടില്ല. അത് ആ സെറ്റില് ഇത് നമ്മുടെ ടേപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്തല്ലാതെ ഞാൻ പാടിയിട്ടില്ല ഇതുവരെ. മാനം കറുത്തേ മനവും കറുത്ത ഒരു പ്രത്യേക ഒരു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് പാടിയതിനു ശേഷം നമുക്ക് കേൾക്കാം. പിന്നെ അല്ലേ, ലുക്ക് ഇങ്ങനെ ആയതിൽ വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. ഈ ലുക്ക് വേണം എന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ ഡിമാൻഡ്. ചാക്കോച്ചൻ പറഞ്ഞ പോലെ ഇവരുടെ ആദ്യത്തെ വരവ് തന്നെ, അല്ലെങ്കിൽ ആ കഥ പറച്ചിലും ആ രീതികളും തന്നെയായിരുന്നു എന്നെ ആദ്യം വളരെ പോസിറ്റീവായിട്ട് ഈ സിനിമയിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രധാന കാരണം. ഞാനങ്ങനെ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരോട് അധികം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു 10-25 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ഋഷിയുടെയും അല്ലെങ്കിൽ സൂരജ് അല്ലെങ്കിൽ കുഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നൊരു വലിയൊരു ടീം. സോ അത്രയും ആൾക്കാരുടെ കൂടെ ഒരുപാട് ദിവസം വർക്ക് ചെയ്യാൻ പറ്റി. സോ അവർ തന്ന ഒരു ധൈര്യത്തിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു അപ്പിയറൻസിലേക്ക് ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അടുത്ത സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ ഒരു ഗെറ്റപ്പ് കാണിച്ചു കൊടുത്തിരുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു മുടിയൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചത്, അല്ലെങ്കിൽ ഇത്രയും താടി വളർത്താനുള്ള ഒരു ധൈര്യം കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം അതിനകത്തുണ്ടായിരുന്നു. ആ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു ഞാൻ. ഒരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പടം ഷെഡ്യൂൾ ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊരു മുടക്കം വന്നു കഴിഞ്ഞാൽ ബാലൻസ് എടുക്കാൻ വേണ്ടി ഞാൻ ഈ കഷണ്ടി വെച്ച് ഇത്രയും കാലം നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ നിർമ്മാതാവ് ഫൈസൽ അല്ലെങ്കിൽ ഋഷി, ചാക്കോച്ചനൊക്കെ തന്ന ഒരു ധൈര്യം തന്നെയായിരുന്നു അതിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള പ്രധാന കാരണം. പക്ഷേ വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ ചെറുപ്പക്കാരിൽ കിട്ടിയൊരു അനുഭവം. ഈ ക്യാരക്ടർ വിശേഷം, ക്യാരക്ടറിന്റെ പേരെന്താണ്? ക്യാരക്ടറിന്റെ പേര് ഭഗവാൻ എന്നാണ്. ഭഗവാൻ. സ്വഭാവം ആള് പാവമാണ്. കാരണം വെച്ചാൽ ഈ ഒരു സുന്ദരിയായ ഒരു മകൾ ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഏതച്ഛൻ്റെയും ഒരു ദുഃഖം അയാൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലുണ്ട്, ചാക്കോച്ചൻ. അപ്പൊ തന്നെ ഏതാണ്ട് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ നമുക്ക് ഫുൾ ആക്ഷൻ കാണാം. ഓക്കെ, നമുക്ക് പൊതുവെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ഒരു ഘടകം എന്ന് പറയുമ്പോൾ ഹെയർ ആണ്. കുറച്ച് കഷ്ടപ്പെട്ടു അല്ലെ തിരിച്ച്
അടുത്ത ക്യാരക്ടറിലേക്ക് പോവാൻ? പിന്നെ ഒരു 3-4 മാസം എടുത്തു. ഇപ്പൊ ഈ ലെവൽ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടില്ല. ഈ ലെവലിൽ വളർന്ന് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വളർത്തി. തീർച്ചയായിട്ടും കുഞ്ഞുണ്ണിയുടെ ഏറ്റവും മനോഹരമായ ഒരു വർക്ക് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റും. ഒരു ഗ്രാമത്തിന്റെ മനോഹരമായ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലം വളരെ ഭംഗിയായിട്ട് തന്നെ കുഞ്ഞുണ്ണി അതിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറയുന്ന പടം എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ചാക്കോച്ചനാണ്, ഈ ചായനാണ് വിളിക്കുന്നത് എന്നെ. എടാ ഒക്ടോബറിൽ നിനക്ക് ഏതാ പടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒക്ടോബർ എന്നല്ല, അടുത്ത ഒക്ടോബർ വരെ എനിക്ക് പടമില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യും, നമുക്ക് പടം തുടങ്ങാണ്, നീ കഥ കേൾക്കുന്നു പറഞ്ഞു. എല്ലാവരും പറഞ്ഞ പോലെ ഋഷി സൂരജ് വന്ന് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ച് വീണ്ടും തുടങ്ങി. ഞങ്ങള് നവരത്നയിൽ പെരിയാറിൽ നിന്നാണ് കഥ കേട്ടത്. കഥ പറഞ്ഞു. അങ്ങനെ ആ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറിന് ഒരു ഗഗൻ എന്നാണ്. ഗഗൻ ഫ്രം ബോംബെ. അയാള് ബോംബെയില് ഭയങ്കര അധോലോകവും അങ്ങനെ കംപ്ലീറ്റ് എന്റെ ഒരുപാട് പോർഷൻസ് ബോംബെയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ വരുമെന്ന് എനിക്കറിയില്ല. ഷൂട്ട് ചെയ്തത് അങ്ങനെ കംപ്ലീറ്റ് ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ 2013 എൻ്റെ ഫസ്റ്റ് പടം നേരം ഈ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. അതേ ഒരു എനർജിയാണ് എനിക്ക് ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ വരും. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. അതിനുവേണ്ടി നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ചാനൊക്കെ സംഗതി പുറമെ പ്രായം ഇല്ലെങ്കിലും പ്രായം ഉണ്ടല്ലോ മനുഷ്യന്. കാണുമ്പോ തോന്നൂല എങ്കിലും ആളെ പിടിച്ച് വള്ളിയിൽ കെട്ടുക, അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ. കുഞ്ഞുണ്ണി ഞങ്ങൾ 50 ടേക്ക് വേറെ, ഋഷിയുടെ ഒക്കെ ഒരു 25, മൊത്തം 75 ടേക്ക്. അതിന്റെ ഇടയിൽ ജയൻചേട്ടൻ വന്നിട്ട് പറയും കണ്ടിന്യൂറ്റി എന്തോ പ്രശ്നമില്ലേന്ന് ചോദിക്കും. അപ്പൊ ആ ടേക്ക് കൂടി മൊത്തത്തിൽ 100 സംഭവം തികയ്ക്കാറുണ്ട്. ജയൻചേട്ടൻ ഞാൻ വെറുതെ പറഞ്ഞാ, എനിക്ക് അവിടെ പേടിയുള്ള ജയൻചേട്ടനെയാ. ഈ ചാനായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. മനോജേട്ടനും പണിക്കർ സാറായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. എന്നെ നല്ലൊരു ചീത്ത പറയുന്നുണ്ട് മനോജേട്ടൻ. അത് നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. റോണക്സ് 2 ഗെറ്റപ്പ് ഇതിൽ തന്നിട്ടുണ്ട്. ഒരെണ്ണം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വൈഫിന് മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് ഫോട്ടോ കാണിച്ചായിരുന്നു. അത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആരാന്ന് ചോദിച്ചു. അത്രത്തോളം പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് റോണക്സ്. എന്തായാലും ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയുള്ള ഫുൾ പവർ ഈ ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലത്തെ ആദ്യം പറഞ്ഞ പോലെ നേരത്തിന് പോലെ അതിനെക്കാട്ടും അതുക്കും മേലെ ഹിറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രോസ് ഫിംഗേഴ്സ്. പറ്റുന്ന തമിഴ്നാട്ടിൽ പോയിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അതുക്കും മേലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് அந்த ഫിലിമുக்கு அவ்வளோ எக்ஸ்பெக்டேஷன் இருக்கிறதுனால കുറച്ചാള് തമിഴ്നാട് അനുഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാനത് നിർത്തി കേട്ടോ. എൻ്റെ ഓഡിയോ ലോഞ്ചിന് വരാനുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ക്ഷണിച്ചിട്ടാണ് വന്നത് സത്യമായിട്ടും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിതിനകത്ത് പാട്ടുകളുടെ വലിയൊരു ആരാധകനാണ്. ചേട്ടന് അറിയാതെ, പ്രത്യേകിച്ച് സൂരജിൻ്റെ പാട്ടുകൾ വളരെയധികം ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരുപാട് സോങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞങ്ങളുടെ പുതിയ സിനിമയിലും സൂരജ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്ന ഉദയയുടെ സിനിമയിൽ. ഒരുപാട് സന്തോഷമുണ്ട് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്ന് ഈ ഋഷിയും സൂരജും കഥ പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ചതിക്കാത്ത ചെന്തുവിൽ ജയൻ ലാൽ സാറിൻ്റെ അടുത്ത് കഥ പറയുന്നല്ലോ ആ ഒരു എന്താണ് റീ റെക്കോർഡിങ്ങോട് കൂടെ എല്ലാവരുടെ അടുത്തും കഥ പറഞ്ഞ ഒരു ഫീലാണ് എനിക്ക് വന്നത്. എന്തായാലും അതെല്ലാ ആർട്ടിസ്റ്റിനും ഒരു പ്രചോദനം കിട്ടി, എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റാകുന്ന ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ ടീം മെമ്പേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ മൈക്ക് കൊടുത്തിട്ട് പോകരുത്. ഒരു പാട്ടുകാരന് സ്റ്റേജിൽ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമുക്ക് 2 വരി ഇത് ഞാൻ പാടണമെങ്കിൽ സൂരജും കൂടെ വേണം ഇവിടെ. കാരണം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ പാട്ട്, ഞാൻ പ്രമോ സോങ് ആണ് പാടിയിരിക്കുന്നത്. സൂരജ് ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടായിരിക്കും. എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് വെക്കാം, വരി അറിയാവോന്ന്. അല്ല, ഒരു ചെറിയൊരു ഡൗട്ട് ഞാനത് ചോദിച്ചേ. നിനക്ക് പറഞ്ഞിടല്ലേ ഇനി വരി അറിയാവുന്നവരാണ് വിളിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരോസ് ആണ്, കുറച്ച് കാര്യങ്ങളായിട്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പാടിയാണ് ഒരു മെലഡി പാടി എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാതെ. ടാക്സ് പറഞ്ഞ രീതിയിൽ കഥ പറഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കഥ പറച്ചിൽ. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഡയറക്ടേഴ്സ് വന്ന് പറഞ്ഞു. പക്ഷേ നമ്മളതിലങ്ങ് ലയിച്ചു. ഒരു വിഷ്വൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഈ RRൻ്റെ റീ റെക്കോർഡിങ്ങിൻ്റെ സപ്പോർട്ടും സമയത്ത് പാട്ടുകൾ വരുന്നു, ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നു. അപ്പോൾ തന്നെ ഇത് തുടങ്ങിയൊരു ഇൻ്റർവ്യൂലായപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ എന്തായാലും ഈ പടം വിടൂല, ഇതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. എൻ്റെ കഥാപാത്രം ബജ്രംഗൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്.
വളരെ അത്ഭുതം തോന്നി. ഒരു കോയിൻസിഡൻസ് ആണ്. അതായത് എനിക്ക് ബജ്രംഗ് എന്നാണ് വിളിക്കുന്ന എല്ലാവരും, പക്ഷേ ഈ കഥാപാത്രത്തിന്റെ ഒറിജിനൽ പേര് ബിജു എന്നാണ്. എൻ്റെ പേര് സൈജു എന്ന്. എനിക്ക് ജൂ ലാസ്റ്റ് വരുന്ന പേരുകൾ എനിക്ക് വലിയ താല്പര്യമില്ല കൊച്ചിലെ തൊട്ട്. സൈജു എന്ന് പറഞ്ഞ പേരൊക്കെ ഭയങ്കര ഒരു ഇമ്മച്വർ ലുക്ക് നമുക്ക് തരുമെന്നൊക്കെയുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിൽ, അച്ഛ എൻ്റെ പേര് മാറ്റണം, ഈ സൈജു ബിജു ബൈജു ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അപ്പം അവിടെ എല്ലാവരും എന്നെ സൈജു എന്നവർക്ക് മനസ്സിലാവില്ല, കുറിപ്പൊട്ടും മനസ്സിലാവില്ല, സഞ്ജു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഏതൊരു ഗ്രഹത്തിലെ ജീവിയെന്നാണ് വിചാരിച്ചത്. സൈജു എന്ന് പറഞ്ഞൊരു ഒരു മാതിരി പേരും കുറിപ്പ് ആർക്കും അറിയില്ല. അപ്പം ഇതൊക്കെ കാരണം ഭയങ്കര ഇതായിരുന്നു. അപ്പം അച്ഛനെന്താ ചോദിച്ചു, എന്താണ് നിന്റെ ചോയ്സസ്, പേരുകൾ വല്ലതും നീ കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിം അങ്ങനെയുള്ള വെയിറ്റ് ഉള്ള പേര് വേണം. ഇത് കേട്ടപ്പോൾ അച്ഛൻ മനസ്സിൽ തീരുമാനിച്ചു എന്തായാലും എൻ്റെ പേര് മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പോഴും സൈജു കുറുപ്പ് തന്നെയാണ്. അങ്ങനെ ബിജു എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രം. അപ്പോൾ ബിജു ഈ കഥാപാത്രത്തിന്, എൻ്റെ കഥാപാത്രത്തിന് ബിജു എന്നുള്ള എൻ്റെ പേര് ഇഷ്ടമല്ല, അതുകൊണ്ട് പേര് മാറ്റിയിട്ട് ബജ്രംഗ് ആക്കിയതാണ്.